എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രിയപ്പെട്ട സഹോദരിമാരെ നരകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണേ. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇവിടുത്തെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാ, നീ ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാർ. ഞാൻ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാ. സ്ത്രീകൾ മുഴുവൻ നരകത്തിന്റെ അവകാശികളാ. ഈ പ്രസംഗം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ കുറെ സ്ത്രീകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, ഇന്നി ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാർ. നാളെ നരകത്തിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങൾ തന്നെയാ. പെങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. സഹാബിയത്തുകളായ പെൺകുട്ടികൾക്ക് വല്ലാതെ സങ്കടമായി. അവര് ചോദിച്ചു, നബിയേ വബിമയാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെ നരകത്തിൽ പോകാനുള്ള കാരണം എന്താ? ഞങ്ങളെ സാധുക്കളല്ലേ, ഞങ്ങളെ പാവങ്ങളല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരല്ലേ, അങ്ങ് എന്ത് ചോദിച്ചാലും ഞങ്ങളുടെ ആഭരണങ്ങൾ പോലും ഊരി തന്നവരല്ലേ നബിയേ. വബിമയാ റസൂലല്ലാഹ്, ഞങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം എന്നാണ് നബിയേ? അഭിനവകാല ലോകത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ നരകത്തിൽ പോകാൻ രണ്ട് കാരണങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എത്ര കാരണങ്ങൾ? നരകത്തെ കുറിച്ച് നിങ്ങൾ കാവലിനെ തേടിക്കണം. രണ്ട് കാരണങ്ങൾ. പുതിയ ലോകത്തത് പറഞ്ഞാൽ കൃത്യമാവും എന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു ചിന്ത നരട്ടെ. അതോ പെണ്ണുങ്ങൾ നരകത്തിൽ പോണ രണ്ട് കാര്യമാണ് വാക്കവി പറയാൻ. അപ്പൊ നമുക്ക് മെല്ലെ എഴുന്നേക്കാന്ന് നിങ്ങൾ കരുതരുത്. കൂ അംഫുസക്കും അഹ്ലീക്കും നാറ, കൂ അംഫുസക്കും അഹ്ലീക്കും നാറ. ആണുങ്ങളെ, നിങ്ങളാണ് ഇത് നന്നായിട്ട് കേൾക്കേണ്ടത്. പോണത് പെണ്ണുങ്ങളാണ്, പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. എന്നെ നോക്ക്, പോകുന്നത് പെണ്ണുങ്ങളാണ്, പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരാണ്, ആണുങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണുങ്ങളെ നാളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് ഞാൻ കണ്ടത്. പേടിച്ചരണ്ടിട്ട് സഹാബിയത്തുകളായ വനിതകൾ ചോദിച്ചു, വബിമയാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണം എന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വന്നു, രണ്ട് കാര്യങ്ങൾ. നമ്മുടെ പെണ്ണും രക്ഷപ്പെടണം, നമ്മുടെ ആണും രക്ഷപ്പെടണം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ പറ. ഇതാണ് നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഈ ആയത്തിറങ്ങിപ്പെടാൻ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞായത്ത രണ്ട് കാര്യം ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാറ്റിവെക്കൂല. അത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾ നന്നായിട്ട് കേട്ടോണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം, മറഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ അദ്ഹബ ലിലുബ്ബിർ റജുലിൽ ഹാസിമി മിൻ ഇഹ്ദാകുന്നാ. മറഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ, പെണ്ണുങ്ങളെ നിങ്ങളെ നരകത്തിൽ പോകാനുള്ള കാരണം ദീനും അഖിലും, ദീനും ബുദ്ധിയും കുറവായിരുന്നിട്ടും, നിങ്ങൾക്ക് ദീനും ബുദ്ധിയും കുറവായിരുന്നിട്ടും ഇത് രണ്ടുമുള്ള സാമർഥ്യമുള്ള ഒരു പുരുഷനെ അവനെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നിങ്ങളെക്കാൾ പ്രാവീണ്യമുള്ള ഒരു വിഭാഗം വേറെയില്ല. മനസ്സിലായ? മനസ്സിലായില്ല? മനസ്സിലായോ ഇല്ലയോ? മാറഅയ്തു മിൻ നാഖിസാതി, അങ്ങനല്ലേ പറഞ്ഞത്? മാറഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ, നിങ്ങൾക്ക് ബുദ്ധി കുറവാണ്. ആർക്ക്? പെണ്ണുങ്ങൾക്ക്. ഇപ്പൊ അതിബുദ്ധിയാണ്. അതെത്ര ബുദ്ധി ഉണ്ടായാലും നമ്മുടെ അത്ര എത്തൂല. ബുദ്ധിയും കുറവാണ്, ദീനും നിങ്ങൾക്ക് കുറവാണ്. രണ്ട് കാര്യം പെണ്ണുങ്ങൾക്ക് കുറവാണ്. ഒന്ന് ബുദ്ധി, രണ്ട് ദീനും കുറവാണ്. ഇത് രണ്ടും കുറവായിട്ടും ഇത് രണ്ടുമുള്ള ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ നിങ്ങളെക്കാൾ പറ്റിയൊരു സാധനം വേറെയില്ല. ചിന്തിച്ചു നോക്കി. ഇത് രണ്ടും കുറവാണ് എന്ന് നിങ്ങൾക്കിരിക്കെ ഈ ദീനേറ്റമുള്ള
ബുദ്ധിയേറെയുള്ള ഒരു ചെറുപ്പക്കാരനെ വഴിതെറ്റിക്കാൻ പെണ്ണിനേക്കാൾ സാമർത്ഥ്യമുള്ള ഒരു സെട്ടിപ്പ് വേറെയില്ലല്ലോ. ഈ പെണ്ണ് കാരണത്താൽ എത്രയോ സാലിഹീങ്ങളും എത്ര നാസിഹീങ്ങളുമാണ് ഈ പെണ്ണുങ്ങൾ വഴിതെറ്റിച്ചിട്ടുള്ളത്. വിശ്വാമിത്രന്റെ തപസ് മുടക്കിയത് പോലും പെണ്ണാണെന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ദീനും അഖിലും ബുദ്ധിയും നിങ്ങൾക്ക് കുറവാണെങ്കിലും പുരുഷനെ വഴിതെറ്റിക്കാൻ പെണ്ണിനേക്കാൾ പറ്റിയ ഒന്നിനെ ലോകത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചാരക്കേസിലും പെണ്ണ്, വ്യാജരേഖാ കേസിലും പെണ്ണ്, സോളാർ കേസിലും പെണ്ണ്. ഇത് തൊട്ടാൽ പൊള്ളുന്നതാണ്, ഇതിനോട് അടുക്കുന്നത് പോലും പൊള്ളുന്ന കേസാണിത്. നോക്കണ്ട, പിടിക്കണ്ട, തൊടണ്ട, വെറുതെ നടന്നു പോയാൽ മതി. ആരോപണ വിധേയനായവൻ ലോകത്തിന് മുമ്പിൽ കളങ്കപ്പെട്ടവനാണ്. പെണ്ണ് പറയുന്ന വാക്കിന് മുമ്പിലാണ് പുരുഷന് അഭിമാനമുള്ളത്. പെണ്ണ് കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. പെണ്ണിന്റെ നാവിന് മുമ്പിലാണ് പുരുഷന്റെ അഭിമാനം നിലനിൽക്കുന്നത് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് കേട്ട് ഞാൻ വളരെ വീട്ടിക്കുറപ്പി പറയുന്നില്ല. ഇത് കേട്ട പെണ്ണുങ്ങൾ ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പോവുകയാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ് വമാ നുഖ്സാനു ദീനിനാ വഅഖലിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ദീനും ബുദ്ധിയും കുറവാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? എന്താണ് നബിയെ ഞങ്ങളുടെ ദീനിന് കുറവുള്ളത്? ഞങ്ങളുടെ ബുദ്ധിക്ക് എന്ത് കുറവാണുള്ളത് നബിയെ? ഹബീബായ നബി തങ്ങൾ പെണ്ണുങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ചോദ്യം. എന്താണ് ഞങ്ങൾക്ക് ദീനിൽ കുറവുള്ളത്? എന്താണ് ഞങ്ങൾക്ക് ബുദ്ധി കുറവുള്ളത്? റസൂലിന്റെ മറുപടി വന്നു, അലൈസ ഷഹാദത്തു റജുലി, ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുങ്ങൾ സാക്ഷി നിൽക്കണ്ടേ? ഒരു കാര്യത്തിന് ഒരു പുരുഷന്റെ സാക്ഷി മതി എന്നിടത്ത് രണ്ട് പെണ്ണുങ്ങൾ വേണ്ടേ? രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പുരുഷന്റെ സ്ഥാനത്താകൂ. അതുകൊണ്ട് ബുദ്ധിയിൽ നിങ്ങൾ പുറകിലാണ്. നബി ഞങ്ങളോട് ചോദിച്ചു, നബിയെ എന്താ ഞങ്ങൾക്ക് ബുദ്ധിക്ക് കുറവ്? അപ്പൊ ചോദിച്ചു, ഒരാണ് സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് എത്ര പെണ്ണ് സാക്ഷിക്കണം? രണ്ട് പെണ്ണുങ്ങള്. ഇതെന്റെ റബ്ബിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഫറജുലുൻ വംറഅതാനി മിമ്മൻ തറളൗന മിനശുഹദാ. ഫറജുലുൻ ഒരു പുരുഷനില്ലെങ്കിൽ വംറഅതാനി രണ്ട് പെണ്ണുങ്ങൾ വേണമെന്ന് ആണിനെ പടച്ച പെണ്ണിനെ പടച്ച എന്റെ റബ്ബ് രേഖപ്പെടുത്തിയതാണ്. അതെന്റെ ഉടലിൽ തലയുള്ളിടത്തോളം കാലം ഞാൻ ലോകത്ത് പറയുക തന്നെ ചെയ്യും. അതിന്റെ മതനിരാസ ഭൗതികവാദികളുടെ വാദം എനിക്ക് പ്രശ്നമേ അല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണുങ്ങളെ, ഇതാണ് നിങ്ങളുടെ ബുദ്ധിയിൽ കുറവാണെന്ന് പറഞ്ഞത്. അതല്ല എങ്കിലോ നബിയെ ഞങ്ങൾക്ക് ദീൻ എങ്ങനെയാണ് നബിയെ കുറവുള്ളത്? അപ്പോഴാണ് പറഞ്ഞത്, അലൈസ ഇദാ ഹാവത്തുലം തുസല്ലി വലം തസും, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മാസത്തിൽ അശുദ്ധി വരുമ്പോ ആ സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴും ആണുങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെക്കാൾ ദീനിലെപ്പോഴും നിങ്ങൾ ഒരു പടി കുറവിലാണ്. അലൈസ ഇദാ ഹാലത്തുലം തുസല്ലി വലം തസും, നിങ്ങൾക്ക് മാസത്തിൽ അശുദ്ധി വരുമ്പോ 3-4 ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, പള്ളിയിൽ പോകാൻ പറ്റൂലല്ലോ, അല്ല നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ അപ്പോഴാണുങ്ങൾക്ക് ഈ സംഭവം ഇല്ല. അള്ളാഹുടെ വലിയ തൗഫീഖാണത്. പക്ഷെ ഇപ്പൊ ചില ആണുങ്ങൾക്ക് മാസത്തിൽ എന്താ അശുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ബാങ്ക് വിളിക്കണമാര് പള്ളിയുടെ മതിലുമേ ചാരി എന്ന് വർത്താനം പറയും. ബാങ്ക് വിളിച്ച പള്ളി നോട്ടം കയറൂല. ബാങ്ക് വിളിക്കണവരെ പള്ളിയുടെ നേർച്ചക്കുറ്റി പിടിച്ച് വർത്താനം പറയും. ബാങ്ക് വിളിക്കണ കേട്ട നേരെ അങ്ങാടിയിലോട്ട് വരും, പള്ളി കയറൂല. അപ്പൊ അതിന്റെ അകത്തുമാർക്ക് പള്ളി കയറാൻ പറ്റാത്ത എന്തോ അശുദ്ധി ഉണ്ടെന്നല്ലേ? അല്ലേ പിന്നെ പള്ളിയിലല്ലേ കയറണ്ടേ? ആ സമയത്തും നിങ്ങൾക്ക് ദീൻ കുറവാണ്, നിങ്ങൾക്ക് അശുദ്ധിയില്ല. അമേരിക്കയിലെ ഒരു സർവകലാശാല ആണിന്റെയും പെണ്ണിന്റെയും ഭൗതികമായ ശരീരം ഉണ്ടാക്കി. ആ ശരീരം ഉണ്ടാക്കിയപ്പോൾ ആണിന്റെ ശരീരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ അധിക ചെലവ് വേണ്ടി വന്നു പെണ്ണിന്റെ ശരീരം ഉണ്ടാക്കാൻ. കാരണം മെൻസസ് ഉണ്ടാക്കുന്ന ഗ്രന്ഥിയും ഞരമ്പുകളും ഫിറ്റ് ചെയ്യാൻ കോടിക്കണക്കിന് രൂപ കൂടുതൽ വേണ്ടി വന്നു എന്നാണ് പരീക്ഷണം പറയുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും
വ്യത്യസ്തമായി സൃഷ്ടിച്ച ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിന്റെ അല്ലാഹു എത്ര വലിയ സൂപ്പർ ഡിസൈനറാണ്. അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൂപ്പർ ഡിസൈനർ അല്ലാഹുവാണ്. ഇത് കേട്ട് സ്ത്രീകൾക്ക് വല്ലാത്ത ദുഃഖമായി. ഇനി നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തിലെടുക്കോ? എടുക്കൂലേ? രണ്ട് കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറാദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ. ഈ സദസ്സിന്റെ സമാപന ഭാഗത്ത് നമുക്കിത് പറഞ്ഞു ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, പെണ്ണുങ്ങളെ നരകത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണം തുക്സിറുനൽ ലഅനാ വതക്ഫുറുനൽ അശീറാ. ഈ പെണ്ണുങ്ങൾ ധാരാളമായി ശപിക്കുന്നവരാണ്. അവര് പലപ്പോഴും ശാപവാക്കുകൾ പറയുന്നവരാണ്. രണ്ട് അവര് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരുമാണ്. വല്ലാതെ ശാപവാക്ക് പറയുക, തന്റെ ജീവിതത്തിൽ തന്നോട് ചേർത്ത് പിടിച്ച ഭർത്താവിനോട് ശാപവാക്ക് പറയുകയും അവനോട് നന്ദികേട് കാണിക്കുകയും ചെയ്താൽ ആ പെണ്ണ് നരകത്തിൽ പോകാൻ മൂന്നാമതൊരു കാരണം വേണ്ടെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. അവര് ധാരാളമായി ശപിക്കുന്നവരാണ്. പല പെണ്ണുങ്ങളെ പറയാറുണ്ട്, അല്ലാഹുവേ ജീവിതത്തിൽ എന്തോ ഒരു ദുര്യോഗമാണ്, ഇയാളെ കെട്ടിയത് മുതൽ എന്റെ ജീവിതം തൊലഞ്ഞു പോയല്ല റബ്ബേ, അല്ലാഹുവേ നശിച്ചു പോയല്ല റബ്ബേ. പറയല്ല പെങ്ങളെ, പറയരുത്. ശാപവാക്കുകൾ പറയുന്ന കാരണത്താൽ അല്ലാഹു നിനക്ക് നൽകിയ ഭർത്താവ്, നീ മാതാവിന്റെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹു പറഞ്ഞു വിട്ട മാരാന നിന്റെ തലയിൽ രേഖപ്പെടുത്തിയതാണ്, ഇന്നാണ് നിന്റെ ഭർത്താവാകണമെന്ന്. 20 വയസ്സ് കഴിയുമ്പോ അല്ലാഹു 4-ാം മാസത്തിൽ തലയിൽ എഴുതി വെച്ചത് 20 വർഷം കഴിയുമ്പോ പടച്ചിറപ്പതിന്റെ അടുക്കലേക്ക് അടുപ്പിച്ചു തരുന്നതാ. എത്രയാളെന്നെ പെണ്ണ് കണ്ടതാ, അത് നടന്നില്ലല്ലോ, ഇയാള് മാത്രമേ ഉള്ളല്ലോ. പറയല്ല പെങ്ങളെ, പറയരുത്. ഭർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ ഭർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്. അത് നിന്റെ സ്വപ്നത്തിൽ കണ്ട ഭർത്താവല്ലെങ്കിലും, നിന്റെ പ്രതീക്ഷക്കത്ത് ഉയർന്നിട്ടില്ല എങ്കിലും വേണ്ട പെണ്ണേ, വേണ്ട. നിന്റെ പ്രതീക്ഷക്ക് ഉയരാത്ത ഭർത്താവായിരിക്കാം, അവൻ കറുത്തവനായിരിക്കാം. ധാരാളം പെണ്ണുങ്ങൾ ഒളിച്ചോട്ടത്തിന്റെ കഥ പറയുമ്പോ അവളെ പറയുന്നത്, എന്റെ ഭർത്താവിൽ നിന്ന് അതെനിക്ക് കിട്ടിയിട്ടില്ല, ഇതെനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, എന്റെ ഭർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എന്നോട് വർത്തമാനം പറയാറില്ല, അയാൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാറില്ല. അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.